ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് ചിന്താവിഷയമാക്കുന്നത് ചിലരുടെയൊക്കെ കമൻറ്റ്, അവരുടെ മനോഭാവം, ഇതെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരൊരു ചോദ്യം ഉണർത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. കള്ളനും കുള്ളനും സ്വർഗത്തിലെത്തി, ഇതെന്ത് ന്യായം? ഇനി അങ്ങനെ ജീവിച്ച അവര് സ്വർഗത്തിലെത്തിയത് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ഒരു നേഴ്സ് സൂചിപ്പിച്ച ഒരു കാര്യം, എൻ്റെ കൂട്ടുകാർ പബ്ബിൽ പോവുകയും അടിച്ചു പൊളിച്ച് ജീവിക്കുകയും ചെയ്ത കാലത്ത് ഞാനാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് പള്ളി കയറിയിരുന്ന് പ്രാർത്ഥിക്കും, മുറിയിലിരുന്ന് കൊന്തയിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിരുന്നു. പക്ഷെ അവസാനം കല്യാണം കഴിഞ്ഞപ്പം എനിക്ക് സഹിക്കാൻ പറ്റാതെ പോയത് അവർക്കൊക്കെ കിട്ടിയ ഹസ്ബൻഡ് നല്ല സൂപ്പർ ഹസ്ബൻഡ്, എനിക്കോ ഒരു മൊഷടൻ. അപ്പം ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് അവസാനം എനിക്ക് കിട്ടിയത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ബൈബിളിൽ നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ അവർക്ക് അംഗീകരിക്കാൻ അത്ര എളുപ്പമായെന്ന് വരില്ല. ഒരു പ്രായം ചെന്ന അച്ഛൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞു. പണ്ടൊക്കെ വൈദിക വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുമ്പോൾ പാരമ്പര്യം നോക്കി, കുടുംബ മഹിമ നോക്കി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാണ് സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നതെല്ലാം പോയി. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇന്നിപ്പോൾ ഏത് അണ്ടനും അടവോടനും അച്ഛനാകാൻ പറ്റും, ഏതാണ്ട് ആ അവസ്ഥയിലെത്തി. വേറൊരാൾ സൂചിപ്പിച്ചൊരു കാര്യം, ഇന്നിപ്പോൾ അച്ഛനാണെങ്കിൽ ഒരു ആണായാൽ മതി, അച്ഛനാകാൻ പറ്റും. ഇവിടെ എല്ലാം അവരുടെ ആ ഒരു നാവിൽ നിന്ന് ഉയർന്ന വാക്കുകൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. ആർക്ക് വേണേലും ഇന്ന് ഈ ഒരു അവസ്ഥയിൽ എത്താൻ പറ്റും, അച്ഛനാകാൻ പറ്റും, മടത്തിപ്പോകാൻ പറ്റും, കന്യാസ്ത്രീയാകാൻ പറ്റും. അതിന് വേറെ പ്രത്യേകിച്ച് പാരമ്പര്യങ്ങളോ വലിയ സവിശേഷതകളൊന്നും വേണമെന്നില്ല എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട്. ഇങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികൾ ആ നല്ല കള്ളൻ സ്വർഗത്തിൽ പോയതിനെ എങ്ങനെ ന്യായീകരിക്കും? അതല്ലെങ്കിൽ സക്കേവൂസ് അവനും അവൻ്റെ കുടുംബവും രക്ഷപ്പെട്ടതിനെ ന്യായീകരിക്കാൻ ഇവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം, ഇവരൊക്കെ സ്വർഗത്തിലെത്തി എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കിത് മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ പഠിക്കാനായിട്ട് പരിശ്രമിക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചിന്താഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുന്ന നല്ലതാണ്. ഫുൾട്ടൻ ഷീൻ, നല്ല വിശുദ്ധ ജീവിതം നയിച്ച, ഇത്തിരി പ്രാർത്ഥന ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഫുൾട്ടൻ ഷീൻ, അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. മരണാനന്തരം എന്നെ അതിശയിപ്പിക്കുന്ന 3 കാര്യങ്ങളുണ്ടാകാം. 1, സ്വർഗത്തിൽ കാണുമെന്ന് ഞാൻ കരുതിയിരുന്ന പലരും അവിടെ ഇല്ല. 2, സ്വർഗത്തിൽ ഒരു കാരണവശാലും എത്തില്ല എന്ന് ഞാൻ വിചാരിച്ച വ്യക്തികൾ അവിടെ എത്തിയിരിക്കുന്നു. 3-ാമത്തെ കാര്യം, ദൈവത്തിൻ്റെ അനന്തകാരുണ്യം കൊണ്ട് ഞാൻ സ്വർഗത്തിൽ എത്തിപ്പെട്ടു. അദ്ദേഹം ചെയ്ത വൻ കാര്യങ്ങൾ കൊണ്ട്, നടത്തിയ പ്രാർത്ഥനകൾ കൊണ്ടെല്ലാം എത്തിയെന്നല്ല പറഞ്ഞ്, ദൈവത്തിൻ്റെ അനന്തകാരുണ്യം കൊണ്ട്. ഈ കാരുണ്യത്തിന് ഏത് വ്യക്തിയെ വേണേലും സ്വർഗത്തിലേക്ക് നയിക്കാൻ പറ്റും. സ്വർഗത്തിൻ്റെ വാതിൽ ആർക്ക് വേണമെങ്കിലും ദൈവത്തിന് തുറന്നു കൊടുക്കാൻ സാധിക്കും. മനുഷ്യർ കാണുന്നത് പോലെയല്ല ദൈവം കാണുക. മനുഷ്യര് ബാഹ്യഭാവം കാണുമ്പോൾ ദൈവം ആന്തരികത കാണുന്നവനാണ്. അതിൻ്റെ വെളിച്ചത്തിൽ ദൈവം തീരുമാനമെടുക്കുന്ന വ്യക്തിയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അത് 1 സാമുവേൽ 16-ാം അധ്യായം 7-ാമത്തെ വചനമെടുത്താൽ, മനുഷ്യർ ബാഹ്യഭാവം നോക്കുന്നു, ദൈവം ആന്തരികത നോക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ടാണ് ബാഹ്യഭാവം കണ്ട് ആരെയും വിധിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു സന്ദേശം. ഇനി അതിലേക്ക് നമ്മുടെ ചിന്തകൾ ഉയർത്താൻ വേണ്ടി, ആ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം ചില ആനുകൂല്യങ്ങൾ വളരെ പ്രത്യേകമായി ദൈവം കാട്ടിയത്. അതുമായി ബന്ധപ്പെട്ട 1-2 വചനങ്ങൾ ആദ്യമായിട്ട് നമുക്ക് എടുക്കാം. 2 സംഭവങ്ങൾ. 1 ലൂക്കാ 23:43 വചനം. ലൂക്കാ 23:43. നല്ല കള്ളനോട് യേശു പറഞ്ഞ ഒരു കാര്യം, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. കള്ളനായിരുന്നവൻ, അവന് ശുദ്ധീകരണ സ്ഥലം പോലുമില്ല. അതുകൊണ്ടാണ് ചിലർക്ക് ഇതൊക്കെ അങ്ങോട്ട് ദഹിക്കാത്തത്. ചെറുപ്പം മുതലേ നന്നായിട്ട് ജീവിച്ചിട്ട് ശുദ്ധീകരണ സ്ഥലം. ഇവിടെ നല്ല കള്ളന് ശുദ്ധീകരണ സ്ഥലം പോലും ഇല്ലാതെ പറുദീസായിലേക്ക് ഒരുപക്ഷെ ദൈവം അങ്ങനെ ഒരു ആനുകൂല്യം കൊടുത്തത്, എപ്പോഴും ഉണ്ടാവണമെന്നില്ല, എല്ലാവർക്കും കിട്ടണമെന്നില്ല, ഒരു ആനുകൂല്യം കൊടുത്തത് ഒരു കാരണവശാലും നമ്മളാരും മറ്റുള്ളവരെ വിധിക്കരുത് എന്ന് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ, ഇത് കർത്താവ് ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആ മനുഷ്യൻ സ്വർഗത്തിൽ പോകുന്നു ഞാൻ ഒരിക്കലും വിചാരിക്കത്തില്ല. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ വിചാരങ്ങൾ പോലും നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ചില ആനുകൂല്യങ്ങൾ ചിലരുടെ കാര്യത്തിൽ ദൈവം കൊടുത്തിരിക്കുന്നത്. 2-ാമതൊരു വചനഭാഗം ലൂക്കായുടെ സുവിശേഷം തന്നെ 19-ാം അധ്യായം എടുക്കുമ്പോൾ 8-9 വചനങ്ങളിൽ നമ്മൾ കാണുന്നൊരു കാര്യം, സക്കേവൂസ് ചുങ്കക്കാരനായിരുന്നു. ഒരുപാട് മറ്റുള്ളവരിൽ നിന്നും അടിച്ചു മാറ്റിയ, അല്ലെങ്കിൽ അനർഹമായ സമ്പത്ത് സമ്പാദിച്ച ഒരു വ്യക്തിയായിരുന്നു. ഷാൻ പറഞ്ഞൊരു കാര്യം, ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കും. ആ നിമിഷം തന്നെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. സക്കേവൂസും അവൻ്റെ കുടുംബവും രക്ഷ പ്രാപിച്ചു ആ ഒരൊറ്റ തീരുമാനത്തിൽ. ഇങ്ങനെയുള്ള ചില ആനുകൂല്യങ്ങൾ ദൈവം കൊടുത്തതായിട്ട് ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും.
അപ്പോൾ അത് എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ ചെയ്തത്? ഒരുപക്ഷെ നമ്മൾ മറ്റാരെയും വിധിക്കാതിരിക്കാൻ വേണ്ടി, ബാഹ്യഭാവം കണ്ട് മറ്റുള്ളവരെ വിധിക്കാതിരിക്കാൻ വേണ്ടി. ആരൊക്കെ സ്വർഗത്തിൽ പോകും, ആരൊക്കെ നരകത്തിൽ പോകും, അങ്ങനെ ഒരു സംസാരം പോലും നമ്മുടെ ഭാഗത്ത് നിന്നും വരാതിരിക്കാൻ വേണ്ടിയായിരിക്കാം ഇങ്ങനത്തെ ചില ആനുകൂല്യങ്ങൾ കർത്താവ് നൽകിയിരിക്കുന്നത്. യെരമ്യായുടെ പുസ്തകം 3:12-22 വായിച്ചാൽ കള്ളനും കുള്ളനുമൊക്കെ സ്വർഗം സ്വന്തമാക്കാൻ പറ്റും, സ്വർഗത്തിലെത്താൻ പറ്റും എന്നുള്ള ആ ഒരു സന്ദേശം നൽകുന്നുണ്ട്. ചെയ്യേണ്ടത് എന്താ? എൻ്റെ പക്കലേക്ക് തിരിച്ചു വരിക. ദൈവം പറഞ്ഞൊരു കാര്യമാണ്, നീ അനുദപിച്ച് എൻ്റെ പക്കലേക്ക് തിരിച്ചു വരിക, നിനക്ക് സ്വർഗത്തിലെത്താൻ സാധിക്കും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, സ്വർഗത്തിലേക്കുള്ള വാതിൽ ഏതാണെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, സഭ പഠിപ്പിക്കുന്നുണ്ട്, വിശുദ്ധർ പഠിപ്പിക്കുന്നുണ്ട്. യേശുവിൻ്റെ തിരുഹൃദയമാണ് സ്വർഗത്തിലേക്കുള്ള വാതിൽ. ആ വാതിലൂടെ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം. അതിലൂടെ ആര് കയറും? അനുതാപികൾക്ക് കയറാൻ പറ്റും. സങ്കീർത്തനം 34:18 വായിച്ചാൽ, നുറങ്ങിയ ഹൃദയം, ഉരുകിയ മനസ്സ് കർത്താവിനെ നിരസിക്കാൻ പറ്റത്തില്ല. പ്രഭാഷകൻ 17:24 എടുത്താൽ, പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാനുള്ള അവസരം കർത്താവ് നൽകുന്നു. ജോയൽ 2:12 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, കീറേണ്ടത് വസ്ത്രമല്ല ഹൃദയമാണ്. ഹൃദയം കീറി അനുതാപത്തോടെ കർത്താവിൻ്റെ പക്കലേക്ക് തിരിഞ്ഞാൽ ഈ അവകാശം നമുക്ക് ലഭിക്കും എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈജിപ്തിലെ വിശുദ്ധ മറിയം അതിന് വലിയൊരു ഉദാഹരണമാണ്. വളരെ പാപസുഖത്തിൽ മുഴുകിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അവൾക്ക് ഒരു പ്രത്യേക അനുഭവം ഉണ്ടായി. അവൾ അനുദപിച്ചു, അവൾ തീരുമാനമെടുത്തു കർത്താവിന് വേണ്ടി ശേഷിച്ച ജീവിതം ജീവിക്കാൻ വേണ്ടി. അവൾക്ക് ദൈവത്തിൻ്റെ കാരുണ്യം കിട്ടി, അവൾ വിശുദ്ധിയായിട്ട് മാറുകയും ചെയ്തു. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ദൈവത്തിൻ്റെ സ്നേഹം സകലർക്കും വേണ്ടിയുള്ളതാണ്. അത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് വേണ്ടിയുള്ളതല്ല, ഇസ്രായേൽക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. കാത്തലിക് എന്ന് പറഞ്ഞാൽ തന്നെ യൂണിവേഴ്സൽ. ലൂക്ക 2:10 വായിക്കുമ്പോൾ, സകല ജനത്തിനു വേണ്ടിയുള്ള രക്ഷയുടെ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് യേശുക്രിസ്തു. 1 തീമോത്തി 2 വായിച്ചാൽ 2:4 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും സത്യമറിഞ്ഞ് രക്ഷ പ്രാപിക്കണം എന്നതാണ് കർത്താവിൻ്റെ ഇഷ്ടം. അതുകൊണ്ടാണ് മത്തായി 5:45 വായിക്കുമ്പോൾ, അവിടുന്ന് എല്ലാവരുടെ മേൽ, ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ അവിടുന്ന് മഴ പെയ്യിക്കുന്നു, വെയിലയക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ആ ഒരു ബോധ്യത്തോടുകൂടി മറ്റുള്ളവരെ വിധിക്കാതെ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒരുമിച്ച് വരാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.